വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ഏത്തപ്പഴം കൊണ്ടുള്ളൊരു പായസം ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഏത്തപ്പഴമൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് പൊളിച്ച് കൊണ്ടുവരണം. ഇതുപോലെ അങ്ങ് പൊളിച്ചെടുക്കണം. ഇത് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണേ. ഇത് നല്ല മധുരമുണ്ട് ഇതിന്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ പശുവും പാൽ തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കരപ്പാനി ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്ക തനിയെ ഇട്ടാൽ പൊടിയത്തില്ലല്ലോ മിക്സിയുടെ ജാറിൽ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാനൊക്കെ അടുപ്പത്ത് വെച്ച് ഗ്യാസൊക്കെ ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. പാനൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഏത്തപ്പഴം ഇല്ലേ, അതിട്ട് കൊടുക്കാവേ. അതിട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണേ. ആ നെയ്ക്കകത്ത് കിടന്ന് അതിൽ നിന്ന് വിട്ടു പോരുന്ന ഒരു പരുവമുണ്ട്. അതുവരെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതായത് ഇവിടെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. പഴത്തിൻ്റെ മധുരം അനുസരിച്ച് വേണം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാനേ. മധുരം കുറവാണെങ്കിൽ കൂടുതൽ ഒഴിക്കണം, മധുരം കൂടുതലാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കതിൽ ആ ശർക്കരപ്പാനിയിൽ കിടന്ന ആ പഴമൊക്കെ ഒന്നും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. വെന്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് പശുവും പാൽ ഒഴിച്ച് കൊടുക്കുവാണേ. പശുവും പാൽ ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ച പശുവും പാലാണ്. ഞാനിവിടെ എൻ്റെ കയ്യിലിരുന്ന ആ ചെറിയ തവിയില്ലേ, അതിലൊരു 4 തവി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. നല്ലതുപോലെ ഇളക്കി കൊടുത്തു. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. തിളച്ച് വന്നപ്പോഴത്തേനും ഞാൻ അതിനകത്തേക്ക് നമ്മുടെ എടുത്തു വെച്ചിട്ടില്ലേ ഏലക്കാപ്പൊടി, ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത്, അതിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം ഞാൻ ഇനി അതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുവാണേ. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലിരുന്ന ആ തവിക്ക് 2 തവി തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അത് വാങ്ങി വെച്ചിട്ട് നമുക്കിനി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നെയ്ക്കകത്താണ് വറുക്കേണ്ടത്. വറുത്ത് നമുക്ക് ആ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പായസമൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏത്തപ്പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഏത്തപ്പഴമാണെന്നൊന്നും പറയത്തില്ല. ഇത് ഉണ്ടാക്കി നോക്കിയാൽ അതുപോലെ ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ പായസം ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.